രാസലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വഴി സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ദുഷിപ്പിച്ച് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രമിക്കുന്നത് നമ്മുടെ കഴിവുകൾ ഏതുമായിക്കൊള്ളട്ടെ, പാട്ട്, ഡാൻസ്, ചിത്രം വര, കായികം, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു ടാലൻറ്റുകൾ ഏതുമായിക്കോട്ടെ, ശാസ്ത്രപരമായ താല്പര്യങ്ങൾ, അങ്ങനെ പലതും, ഈ ടാലൻറ്റുകൾ ലഹരിയായി എടുത്ത് ജീവിതമാകുന്ന ലഹരി ആസ്വദിക്കൂ എന്ന സന്ദേശമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ എൻ്റെ കഴിവുകൾ അഭിമാനിക്കുന്നു എന്ന് ഓരോരുത്തരും സ്വയം പറയുക. ഇത് നമ്മുടെ ആത്മവിശ്വാസവും ഒരു മാതൃകാ ജനതയിൽ നിലനിൽക്കാനുള്ള അവസരവും സൃഷ്ടിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. തൊടുപുഴയുടെ സാംസ്കാരിക പരിപാടികൾക്ക് മുന്നിൽ നിൽക്കുന്ന സൈനി 12 വർഷമായി ജൈത്രയാത്ര തുടരുകയാണ്. ഈ വേളയിൽ ആദിത്യ ഇവന്റ്സും ചേർന്ന് നടത്തുന്ന ലഹരി വിമുക്ത മെഗാ ക്യാമ്പയിൻ ആദ്യമായി ഒരു ഡിവോഷണൽ സോങ് ലഹരി തലയ്ക്ക് പിടിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ലഹരി എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ തന്നെ അധ്യാപനവുമായിരുന്നു. അത് ഹാസ്യം പഠിക്കാല്ലേ? ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് KK ജോസഫ്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ നടന്മാരാണ്. അവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പുള്ളി നടപ്പിനൊരു ശൈലിയുണ്ട്. ഇമിറ്റേറ്റ് ചെയ്യുന്ന സംസാരം വേണം. അത് എങ്ങനെ കുഞ്ഞു ഡയലോഗാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഉറപ്പുണ്ടെങ്കിൽ തിരിഞ്ഞ് കരയും. ലഹരിയാണ്, ക്രിക്കറ്റ് ലഹരിയാണ്, അങ്ങനെയുള്ള പലതരം ലഹരി, വായന ലഹരിയാണ്, പഠനം ലഹരിയാണ്, എല്ലാം ലഹരിയാണ്. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത ലഹരികൾ ഒഴിവാക്കുക. നമ്മുടെ ലോകത്തിലെ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, രണ്ട് എനർജികളും. അപ്പം പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. നമ്മൾ പലപ്പോഴും ഇളവന്നൂർ മഠത്തിലെ ഇളവന്നൂർ മഠത്തിലെ മാറി
സന്തോഷമോ